നമസ്കാരം. നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. തയ്യാറാക്കുന്ന അമ്മയാണ്. നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് അമ്മയോട് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് റോഷ്നി. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രെഡ് കൊഴുക്കട്ടയാണ്. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളെ വീഡിയോക്ക് പോകാം. ബ്രെഡ് കൊഴുക്കട്ടയ്ക്ക് വേണ്ടി നമ്മൾ സൈഡ് കളഞ്ഞിട്ട് എടുത്തതാണ്. അതെ. പിന്നെ ഒരുവിധം വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യ്. അതെ. പിന്നെ ഇതിൽ ജീരകം അല്പമുണ്ട്, ഏലക്കായ നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണത്. 4 ഏലക്കായ പൊടിച്ചതാണ്. ആവശ്യത്തിനുള്ള പാല്, നമ്മളെ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മളൊരല്പം വെള്ളം ഒഴിച്ച് ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. 10 ബ്രെഡ് പീസിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ശർക്കരയും അതിനനുസരിച്ച് ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി മതിയാവും. ഞാനിവിടെ ഇപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ശർക്കര മെൽറ്റായതിന് ശേഷം നമുക്ക് അരിച്ച് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ബ്രെഡുകളെല്ലാം ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. അധികം പൊടിഞ്ഞു പോകാതെ തന്നെ എടുക്കുക. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ടിയുള്ളൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അമ്മ, ഇതിൽ നെയ്യ് നിർബന്ധമാണോ? നിർബന്ധമില്ല മോനെ, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും കൂടി നമുക്ക് വിളയിച്ചെടുത്താലും മതിയാവും. അതെ അല്ലേ? അതെ. ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. ഈ ശർക്കര കൂട്ട് ഇതിൽ ഒഴിക്കുക. അരിച്ചെടുത്ത അതാണ് നമ്മൾ. അതെ അതെ. ഈ തേങ്ങയുടെ ജലാംശവും ഇപ്പം നമ്മൾ ഒഴിച്ച ശർക്കര പാൻ്റെയും എല്ലാം ജലാംശം വറ്റി ഒന്ന് വിളയിച്ചെടുക്കാം നമുക്കിത്. അതെ. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചതച്ച് വെച്ചിരിക്കുന്ന ജീരകം ഒരു 1/2 ടീസ്പൂണാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടല്ലോ അമ്മേ? അതെ അതെ അതെ. ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ വിളയിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഫില്ലിങ്ങിനുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം. അതെ. ഇത് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. നമ്മളിവിടെ പൊടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബ്രെഡ്. നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് നമുക്ക് ഈ ബ്രെഡൊന്ന് കുഴച്ചെടുക്കാം. ബ്രെഡ് അധികം പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം പൊടിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണത്. ഇത് പാല് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. പൊടിച്ചെടുത്താൽ തന്നെ നമുക്ക് വേഗത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണെന്ന് തയ്യാറാക്കുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫില്ലിങ് ആറിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് ഫില്ലിങ് നിറച്ച് കൊഴുക്കട്ട ചെയ്യണ പോലെ മാറ്റി വെക്കാം.
നമുക്ക് ഇതേപോലെ എല്ലാം ബോൾസാക്കി എടുക്കാം. അതെ. കൊഴുക്കട്ടയ്ക്ക് വേണ്ട ബോൾസൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. അതെ അതെ, നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ. പെട്ടെന്നായി കിട്ടും നമുക്ക്. അധികം താമസമില്ലാതെ തന്നെ നമുക്ക് കോരിയെടുക്കാറാണ്. അതെ അതെ അതെ, വേഗമാവുമല്ലോ. ഇതിൽ വേവാൻ വേണ്ടൊന്നുമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിക്കാം. എന്നാൽ അത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ആവിയിൽ വേവിച്ചാൽ. ഒട്ടും എണ്ണ കുടിക്കുകയില്ല. നമ്മുടെ ബ്രെഡ് കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ എണ്ണ ഇതിന് വേണ്ടി വരുന്നുള്ളൂ നമുക്ക്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക.